അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള ജനവിധി എന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിലെ 181 നമ്പർ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തു വർഷത്തെ തുടർഭരണത്തിൽ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. അതിന്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാകും. 2021 കോവിഡ്, പ്രളയം എന്നിവയാണ് പിണറായിയുടെ രണ്ടാം ഭരണത്തിന് വഴിതെളിച്ചത്. എന്നാൽ ഇക്കുറി UDF തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ചുവരവ് ചോദിക്കേണ്ടത് തന്നെ UDFന് ഈ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം 100%, നോ ഡൗട്ട്. ആത്മവിശ്വാസം താങ്ക്സ് ടു ലാസ്റ്റ് ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ, അതാണ് ജനം വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിന് എന്തുണ്ടായി? കടം 6 ലക്ഷം കോടിക്ക് വർദ്ധിക്കല്ലാതെ മറ്റെന്തുണ്ടായി? ഇനി ഏതൊരു ഗവൺമെൻറ്റും ഭരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കടബാധ്യത ഉണ്ടാക്കി വെച്ചു. വീണ്ടും ആ കടബാധ്യത ഓരോ കൊല്ലം കൂടുമ്പോൾ കൂടുകയാണ്. അപ്പം അത്ര ആ ചുറ്റുപാടിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അറിയുന്നവരാരും. അല്ല, എല്ലാ ഇലക്ഷനിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ തന്ത്രങ്ങളുണ്ടാവും. അതിന് ഓവർകം ചെയ്യാന്നുള്ളതാണല്ലോ UDF. അവർ രണ്ടും ഒന്നിച്ചു കൂടി നിന്നാലും അവർ വേറെ വേറെ ഡീലുണ്ടാക്കിയാലും ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നല്ല കേരളത്തിൽ. അതുകൊണ്ട് അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കില്ല. കൂടും, ഉറപ്പല്ലേ? കൂടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങളൊക്കെ പറയും എല്ലാ ആൾക്കാരും വന്നു, എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങൾ രണ്ടു കൂട്ടം വന്നു, പോളിംഗ് ശതമാനം കൂടി. ആ പോളിംഗ് ശതമാനം ഇപ്പോഴുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വോട്ട് കൂടിയിട്ടുണ്ടാകുക. കാരണം കഴിഞ്ഞ 6 മാസക്കാലം കൂടി ഭരിച്ചല്ലോ, ആ ഭരണവിരുദ്ധതയും കൂടി പ്രകടമാവും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198.